ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഇപ്പം നമ്മൾ ഓണത്തിന് മാങ്ങ അച്ചാർ തയ്യാറാക്കിയതാണ്. ഞാൻ ഉപ്പും മഞ്ഞളും പുരട്ടി തലേനെ പുരട്ടി വെച്ച മാങ്ങയാണ് ഇതരിഞ്ഞ്. ഇപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 2 വട്ടത്തിലരിഞ്ഞ് നല്ലെണ്ണയാണ് ഞാൻ അച്ചാറിന് വയ്ക്കുന്നത്. ഞാൻ അച്ചാറിന് തനിയെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് അച്ചാർ അതാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറെ പാത്രത്തിലൊക്കെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം പുള്ളി കുത്തലൊക്കെ വീഴും. അപ്പോൾ നമ്മൾ അതിന് ഫ്രഷായിട്ട് ചട്ടിക്കകത്ത് തന്നെയാണ് വയ്ക്കാറ്. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു. കടുക് പൊട്ടുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൊണ്ടിട്ട് വെളുത്തുള്ളി നല്ലതായിട്ടൊന്നും ഒരുപാട് കരിഞ്ഞു പോകാതെ ഒന്നും ബ്രൗൺ ആകണമെങ്കിൽ നമ്മുടെ അച്ചാറിനൊക്കെ ടേസ്റ്റ് വരുള്ളൂ. കാരണം അപ്പോൾ അതൊക്കെ എന്താണെങ്കിൽ നല്ലെണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇഞ്ചി ഇട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ ഇപ്പം ഈ 3 ഐറ്റവും ഒരേ രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർക്കാം. ജസ്റ്റ് മുളക് പൊടി, ഉലുവപ്പൊടി, കായം, പിന്നെ വിനാഗിരി, ഇത്രേ ഉള്ളൂ അച്ചാറുകളുടെ ഐറ്റം. എല്ലാ കൂട്ടുകാർക്കും അറിയാം. എന്നാലും ഞാൻ ഓണത്തിന് അച്ചാറിട്ടത് നിങ്ങളെയും കൂടെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, നല്ലതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് കായം ഇടും. NS കായമാണ്. നമ്മുടെ കായത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും അച്ചാറുകളുടെ ടേസ്റ്റ്. ഇനി നമ്മുടെ കടുവും കൂടെ ചതച്ചിനകത്തോട്ട് ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച്. അതിന് അന്നേരം ഒരു അച്ചാറിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് നല്ലതായിട്ടൊന്ന് ഇട്ടിട്ട് വരുമ്പോൾ ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ്. അതായത് നമ്മൾ പൊടിപ്പിച്ച് വെക്കുമ്പോൾ എങ്ങനെയൊക്കെയായാലും അതിനകത്ത് മല്ലിയുടെ മിക്സ് വന്നോളൂ. നമ്മൾ മില്ലിലൊക്കെ പറഞ്ഞാലൊന്നും അല്ലെ പിന്നെ നമ്മൾ തനിയെ പൊടിക്കണം. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല എരിയുണ്ടാവും. അപ്പോൾ ഒരു 3/4 പാക്കറ്റ് അതിൻ്റെ ഞാനങ്ങ് ചേർക്കുകയാണ്. കാരണം കുറച്ച് കൂടുതൽ മാങ്ങ എടുത്തിട്ടുണ്ട് മോൾക്ക് കൊടുത്തു വിടാനും കൂടെ. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും കൂടി ചേർത്താൽ നമ്മുടെ അച്ചാർ റെഡിയായി. കണ്ടോ, ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കാം. നമുക്ക് ചാറൊക്കെ വേണം. വിനാഗിരി തന്നെ കുറച്ച് അളവിൽ കൂടുതൽ ഒഴിച്ചാലും നമുക്ക് ചാറ് നമ്മൾ പുരട്ടി എടുക്കുന്ന രീതിയിൽ എടുക്കുകയാണ്. മാങ്ങയ്ക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ടോണം. കറിവേപ്പിലയും ഫസ്റ്റ് ഞാൻ കടുക് വറുത്തതിനകത്ത് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് ഇടാം. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാനൊന്ന് ഒരു ചെറിയ തീയിൽ ലൈറ്റ് ഒന്ന് ആവി കയറ്റും. കാരണം നമ്മൾ തൊലി കട്ടി കുറവുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ നമ്മൾ തൊലി ഒരുപാട് കളഞ്ഞില്ല. നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തങ്ങ് അരിഞ്ഞ് ചെയ്തു. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള അച്ചാർ തയ്യാർ. താങ്ക് യു.